In second part, we are going to study about accounting records of not-for-profit organization. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ അവസാനത്തിൽ 3 അക്കൗണ്ടുകൾ പ്രധാനമായും തയ്യാറാക്കുന്നു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് വൺ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. പണം ലഭിച്ചതിൻ്റെയും നൽകിയതിൻ്റെയും അക്കൗണ്ട്. The receipt and payment account is a real account which is prepared at the end of an accounting year, giving a summary of all cash receipts and payments recorded in cash book. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ അക്കൗണ്ടാണ്. അത് ഒരു അക്കൗണ്ടിങ് വർഷത്തിൻ്റെ അവസാനത്തിൽ അവർ തയ്യാറാക്കിയ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും അതുപോലെ തന്നെ എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെയും സമ്മറി നൽകുന്നു. ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇതൊരു യഥാർത്ഥ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓൾ റെസിപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ്. ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സിനെയും കാണിക്കുന്നു. It usually begins with the opening balance of cash in hand or at bank. ഈ അക്കൗണ്ട് സാധാരണയായി ആരംഭിക്കുന്നത് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ ആദ്യം കയ്യിലോ ബാങ്കിലോ ഉള്ള ബാലൻസ് കാണിച്ചുകൊണ്ടായിരിക്കും. ഇറ്റ് യൂഷ്വലി എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ അറ്റ് ബാങ്ക്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് അവസാനിക്കുന്നത് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ അവസാനത്തിൽ കയ്യിലോ ബാങ്കിലോ ഉള്ള ബാലൻസ് കാണിച്ചുകൊണ്ടായിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ദ വർക്കിംഗ് റിസൾട്ട് ഓഫ് ദി കൺസേൺ. ഇതൊരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. വരുമാനമായും മൂലധനമായുമുള്ള എല്ലാ റെസിപ്റ്റ്സുകളെയും പേയ്മെൻറ്റ്സുകളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇറ്റ് റെക്കോർഡ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ്, കറൻറ്റ് ആൻഡ് സബ്സിക്വൻറ്റ് ഇയേഴ്സ്. മുമ്പത്തെ, നിലവിലുള്ള, തുടർന്നുള്ള വർഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും ഇതിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദി അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് ഓൺ ഇറ്റ്സ് ഡെബിറ്റ് സൈഡ്. അതായത് ആ ബാങ്കിലെയോ കൈവശമുള്ള തുക ഓപ്പണിംഗ് ബാലൻസായി ഡെബിറ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തുന്നു. ഇഫ് ബാലൻസ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് ദ സെയിം ഈസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അതേ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതേ തുക ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഓൾ റെസിപ്റ്റ്സ് ഡ്യൂറിംഗ് ദി ഇയർ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ഡ്യൂറിംഗ് ദി ഇയർ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ആ വർഷം ലഭിച്ച തുകയെല്ലാം ഡെബിറ്റ് സൈഡിലും ആ വർഷം നൽകിയ തുകയെല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. It does not contain outstanding expenses and accrued incomes and non-cash items like depreciation, bad debts, etc. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം ഇവയൊന്നും ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, തേയ്മാനം, കിട്ടാക്കടം അവയൊന്നും ഇതിൽ രേഖപ്പെടുത്തുന്നില്ല. ബാലൻസ് ഇൻ ദി അക്കൗണ്ട് ഷോസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. ഈ അക്കൗണ്ടിൻ്റെ അവസാനം വരുന്ന ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആയി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.